ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിൽ അപ്പോൾ നമ്മുടെ സൈഡിങ് ഗേറ്റ് ആണ്. ഒരു വലിയ സൈഡ് ഈ ചിത്രത്തിൽ കാണുന്ന പോലത്തെ ഒരു 3D മോഡൽ തന്നതാണ് ക്ലയന്റ്. അപ്പോൾ അതേപോലെയുള്ള ഒരു ഗേറ്റ് ആണ് നമ്മൾ അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫൈനൽ ലുക്കിൽ നമുക്ക് നോക്കാം എങ്ങനെ ഏകദേശം അതേപോലെ അടിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പിക്ചർ കാണിച്ചാണ്. അപ്പോൾ 2.5 ഫ്രെയിമും 5 പൈപ്പുമാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഉള്ളിൽ. 5 പിന്നെ സൈറ്റിൽ നിന്ന് തന്നെയാണ് അടിച്ചിട്ടുള്ളത്. നീളമുണ്ട്, നല്ല നീളമുണ്ട്. 16.5 അടി സ്ലൈഡിങ്ങും 5.5 അടി ഒരു അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് വേറൊരു സ്വിംഗ് ഗേറ്റും, അങ്ങനെയാണ് ഇത് അടിച്ചിട്ടുള്ളത്. പിന്നെ നടുക്കൊരു CNC, നിങ്ങൾ ഫസ്റ്റ് 3D കാണിച്ചതുപോലെ ഉള്ളിലൊരു CNC കട്ടിങ്ങും ഉള്ള ആ മോഡലാണ്. അപ്പോൾ ക്ലയന്റ് അതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ അറ്റാച്ച്ഡ് സ്വിംഗ് ഗേറ്റിന്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അതും അതിൻ്റെ കൂടെ പിന്നെ വേറൊരു വിക്കറ്റ് ഗേറ്റ് കൂടി ഉണ്ട്. അപ്പോൾ അതും എല്ലാം മൂന്നും ഒന്നിച്ച് അടിച്ചു വെച്ചിട്ട് ചെയ്യാന്നാണ് നമ്മൾ കരുതിയത്. അപ്പോൾ CNC ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിം പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് CNC ഇറക്കി വെക്കുക. സാധാരണ അങ്ങനെ ചെയ്യാറ് 2 വിധത്തിൽ ചെയ്യലുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിന്നിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. എന്നാലും അതിൻ്റെ അകത്ത് ആ കട്ടിങ് വരുമ്പോൾ നല്ലൊരു ഫിനിഷിങ് കാണും, ഒരു ഇറങ്ങി വരുമ്പോൾ. അപ്പോൾ അങ്ങനെ അടിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ഇറക്കിയിട്ട് ഒരു വേറൊരു അറേഞ്ച് അല്ല 5/8 ഒരു പൈപ്പ് ഫ്രെയിമാക്കി അടിച്ച് അതിൻ്റെ ഉള്ളിൽ CNC ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. CNCന്റെ മോഡൽ ഇതുപോലെയാണ്. 3D അതുപോലെ തന്നെ ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ അതിനെ ഓർഡർ കൊടുത്തിട്ട് വരുത്തിച്ചതാണ്. 2 ഇത് 3 അടിച്ചു വെച്ചു. നമ്മൾ 3 CNC ഒക്കെ അടിച്ച് നല്ല വെയിറ്റ് ഉണ്ട്. വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല 250 കിലോ 300 കിലോ അടുത്ത് വെയിറ്റ് തന്നെയുണ്ട് ഒരു ഗേറ്റ്. അപ്പോൾ പൈപ്പ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പൈപ്പ് CNC 1.5 ആണ് CNCന്റെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 3 അടിച്ച് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ റെയിൽ സെറ്റാക്കണം, ഇതിൻ്റെ അനുബന്ധ പണികൾ വേറെയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു 3 വീഡിയോ ആയിട്ടാണ് 3 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഫിറ്റിങ്സ് ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ പിന്നാലെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട വീഡിയോയെല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.